ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വ്യത്യസ്തമായ ഒരു മസാലക്കൂട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു മസാലക്കൂട്ടാണിത്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവിടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മീനിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഒന്ന് ചേർത്ത് കുറച്ച് നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മസാലക്കൂട്ടിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ കായപ്പൊടി ചേർത്ത് ഈ മസാലക്കൂട്ട് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് ഈ മസാല നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ചെമ്പല്ലി മീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1.5 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1.5 മണിക്കൂറിന് ശേഷം സാധാരണ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീനിന് നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നിരത്തി വെച്ച് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പുറമേയുള്ള ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ. ആ ക്രിസ്പിയായ ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുമായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ നമ്മുടെ 2 സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മീൻ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മസാലക്കൂട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.